ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ സമരം തുടങ്ങിയിട്ട് ഇന്ന് 57ാം ദിവസം പിന്നിടുകയാണ്. ഇന്ന് നടക്കുന്ന അത്തരത്തിലുള്ളൊരു ചർച്ചയല്ല. അപ്പോൾ നമ്മളുടെ വിഷയങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കും. നമ്മൾ തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അവർക്ക് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആശാ വർക്കർമാർ പങ്കുവയ്ക്കുന്നത്. ആരോഗ്യ വകുപ്പിന് മുമ്പിൽ മിനിസ്റ്ററുടെ മുമ്പിൽ ഒരു ഫോർമുല വെച്ചിട്ടുണ്ട്. അതൊന്ന് പരിഗണിച്ച് പരിഹരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോവാൻ. തൊഴിലെടുക്കുന്നവൻ ഏത് പേരിലാണേലും അവന് കിട്ടേണ്ടുന്ന ന്യായമായ കൂലി കിട്ടുക എന്ന് പറയുന്ന ഒരു ആവശ്യകതയല്ലേ. നമസ്കാരം. ഇന്ന് ആശാ വർക്കർമാരുടെ സമരം 57ാം ദിവസം പിന്നിടുകയാണ്. അതായത് 60 ദിവസത്തോളം അടുത്തിരിക്കുന്നു. അതായത് 2 മാസത്തോളമായിരിക്കുന്നു ഈ ഒരു സമരം തുടങ്ങിയിട്ട്. ഇതുവരെയും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള ചർച്ചയും പരാജയം തന്നെയായിരുന്നു. ഇന്ന് എന്നാൽ തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ച നടക്കുവാൻ പോവുകയാണ്. ഇത് നിങ്ങൾ കത്തയച്ചതിന് ശേഷമാണ് ഈ ഒരു ചർച്ചയ്ക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ? കാരണം 2 മാസം പിന്നിടാൻ പോവുകയാണ്. ഇല്ല, ഇന്ന് നടക്കുന്ന അത്തരത്തിലുള്ളൊരു ചർച്ചയല്ല. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമയം ചോദിച്ചപ്പോൾ നമുക്ക് സമയം തന്നു. 3 മണിക്കാണ്. അപ്പോൾ നമ്മളുടെ വിഷയങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കും നമ്മൾ. കാരണം അദ്ദേഹം ഇതുപോലെയുള്ള തൊഴിലാളി സമരങ്ങൾ നടത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു തൊഴിലാളി നേതാവാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എങ്ങനെയാണ് ഒരു തൊഴിലാളി സമരം സെറ്റിൽ ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് നമ്മളുടെ നിലപാട് എന്താണ്, നമ്മളുടെ ഒരു ഫോർമുല എന്താണ്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആരോഗ്യ വകുപ്പിന് മുമ്പിൽ മിനിസ്റ്ററുടെ മുമ്പിൽ ഒരു ഫോർമുല വെച്ചിട്ടുണ്ട്. അതൊന്ന് പരിഗണിച്ച് പരിഹരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളെ ഒരു തൊഴിലാളികളായി അംഗീകരിച്ചിട്ടില്ല, അതേസമയം തന്നെയാണ് ഈ തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. അതിനെങ്ങനെ നോക്കുക? അത് തൊഴിലെടുക്കുന്നവൻ ഏത് പേരിലാണേലും അവന് കിട്ടേണ്ടുന്ന ന്യായമായ കൂലി കിട്ടുക എന്ന് പറയുന്ന ഒരു ആവശ്യകതയല്ലേ. അപ്പം അത് അദ്ദേഹം അങ്ങനെ തന്നെ കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം എത്ര വിവിധങ്ങളായ ട്രേഡ് യൂണിയൻ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തെ സമരങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊരു വിഷയമല്ല. പണിയെടുക്കുന്നവന് കൂലി ആവശ്യത്തിന്, അവന് ജീവിക്കാൻ, സമ്പാദിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടല്ല, അവൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വേതനം ആവശ്യപ്പെടുകയാണ് നമ്മൾ. അപ്പോൾ അത് അദ്ദേഹം അങ്ങനെ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 57 ദിവസമായി ഈ സമരം തുടങ്ങിയിട്ട് ഇതുവരെയുള്ള ഒരു സർക്കാരിൻ്റെ ഒരു നിലപാടിന്, ഈ ഒരു സമരത്തോടുള്ള നിലപാടിനെ എങ്ങനെ നോക്കുകയാണ്? അത് വെളിവാക്കപ്പെട്ട കാര്യമാണല്ലോ. അതിന് അനുഭാവപൂർണമായ നിലപാടാണ് എന്ന് ചീഫ് മിനിസ്റ്റർ അടക്കം പറയുകയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു നിലപാടുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അങ്ങനെ വരുന്നില്ല. വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മൾ സമരം നടത്തുന്നത്. അപ്പോൾ ഉണ്ടാവുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഈ 57ാമത്തെ ദിവസവും. എന്തായാലും ഈ 57 ദിവസം പിന്നിടുകയാണ്. അതായത് 2 മാസത്തോളം പിന്നിടാൻ പോവുകയാണ് ഈ ഒരു സമരം. കേരളം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സമരമുഖമാണ് ആശാ വർക്കർമാരുടേത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ സമരം തുടങ്ങിയിട്ട് ഇന്ന് 57ാം ദിവസം പിന്നിടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. 3ാം തവണയാണ് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച നടന്നിരിക്കുന്നത്. എന്നാൽ ആ ചർച്ചയെല്ലാം വിഫലമായിരിക്കുന്നു. ഈ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് 57ാം ദിവസം പിന്നിടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഇവർ സമരം കടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നിരാഹാര സമരം ഒരു വശത്ത് നടക്കുന്നുണ്ട്. 3 പേരാണ് നിരാഹാരം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്തർദേശീയ തലത്തിൽ ഉൾപ്പെടെ ഈ ഒരു സമരം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൽ സംശയമില്ല. എന്തായാലും നിരാഹാര സമരം ഇന്ന് 19ാം ദിവസം പിന്നിടുകയാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാസമരം തുടങ്ങിയതിന് ശേഷം CPO റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികൾ എന്തായാലും സമരം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 57ാം ദിവസം പിന്നിടുന്ന വേളയിലും സർക്കാർ അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആശാ വർക്കർമാർ വച്ചു പുലർത്തുന്നത്. ഇന്ന് തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച
അവർക്ക് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആശാ വർക്കർമാർ പങ്കുവയ്ക്കുന്നത്. നിരാഹാര സമരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓണറേറിയം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആശാ വർക്കർമാർ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.